രേണു വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഋതപ്പൻ്റെ ബർത്ത്ഡേക്ക് കിച്ചു പോയില്ല. കാരണം ആ വീട്ടിലോട്ട് കയറുകയോ കാല് കുത്തുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. രേണു മുൻപ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് എൻ്റെ ഇളയ മകൻ്റെയും വീടാണ്, ഇതിനകത്ത് കാല് കുത്തരുതെന്ന്. അങ്ങനെയുള്ള ഭീഷണികൾ രേണുവിൻ്റെ പക്ഷത്തു നിന്നും ഉണ്ടായി. അതിനുശേഷം കിച്ചു അവിടെ പോയിട്ടില്ല. അതിനു മുമ്പ് രേണു സുഖമില്ലാതിരുന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ പോലും രേണുവിനെ കാണിച്ചില്ല. ബർത്ത്ഡേക്ക് കിച്ചു പേടിച്ചിട്ടാണ് പോവാത്തത്. ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടു, കിച്ചു ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ആ പോസ്റ്റ് രേണു എടുത്ത് വെച്ചും കൊണ്ട് വായിക്കുന്നുണ്ട്. നമുക്കത് കേൾക്കാം. ബർത്ത്ഡേ ആണ്, ഋതപ്പന് കാണാൻ വേണ്ടിയിട്ടാണ് ഋതപ്പന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടിരുന്നത്. അപ്പം നമ്മൾ വായിക്കേണ്ട കാര്യമില്ല, ഋതപ്പൻ വായിച്ചു. അതായത് കിച്ചുവിനെ കളിയാക്കിയാണ്. ഋതപ്പൻ കാണാൻ വേണ്ടിയിട്ടാണ് ഋതപ്പൻ്റെ ചേട്ടൻ കിച്ചു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. രേണു കിച്ചു എന്നൊന്നും വിളിക്കൂല കേട്ടാ, രാഹുൽ ദാസ് അയ്യാളെന്നൊക്കെ വിളിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ നല്ല നാക്കിന്നൊക്കെ വരണ നല്ല ബഹുമാനത്തോടു കൂടിയുള്ള വാക്കാണ്. മകനല്ലേ, മകനാവുമ്പോൾ എന്ത് തണ്ടിത്തരവും വിളിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പോരെങ്കിൽ രേണു പറയണത് പിച്ച തണ്ടി നടന്ന അവിടെ റോഡിൽ കിടന്നതാണ്, അങ്ങനെയാണ് സുധിയും ഇപ്പം എടുത്തുകൊണ്ട് വന്ന് വളർത്തിയതായിട്ടൊക്കെയാണ് രേണു പറയുന്നത്. രേണു ആണെങ്കിൽ രേണു സുധി എന്നുള്ള പേര് അവിടെ സ്ഥാപിച്ച് വെക്കുകയും ചെയ്തു. കിച്ചു അങ്ങനെയല്ല, രാഹുൽ ദാസ് എന്ന പേരിലും അയാൾ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. അപ്പോഴോ കേൾക്കാം നമുക്ക്. 7 വയസ്സായതേ ഉള്ളൂ കുട്ടിക്ക്. ഇതൊന്നും വായിക്കാനും മലയാളം പോലും നേരെ വായിക്കാൻ അറിയില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ. നീ എവിടെയായിരുന്നു? മലയാളം 7 വയസ്സായ കുട്ടികൾ 7 വയസ്സാവണ്ടല്ലോ, അതിനു മുമ്പ് തന്നെ ഓരോ കുട്ടികളും മലയാളം എന്തായാലും മലയാളം വായിക്കും. ഇപ്പം മലയാളം അല്ല, കൂടുതലും പിള്ളേർ ഇംഗ്ലീഷാണ് വായിക്കണത്. നീ എവിടെയായിരുന്നു? ഷൂട്ടിനെന്നും പറഞ്ഞ് പോവും രേണു. പിന്നെന്തിനാണ് ആളുകളെ കൊണ്ട് പറയിക്കണത്? ഈ കുട്ടിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാ? ആന്നൊരക്ഷരം രേണു ആ കുട്ടിയെ കൊണ്ട് എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് പകരം ഇരുന്നോണ്ട് ആ മകന് പറഞ്ഞു കൊടുക്കണ കിച്ചുവിൻ്റെ പരദൂഷണം അല്ലേ പറഞ്ഞു കൊടുക്കണ. പിന്നെ ബാക്കിയുള്ളവരെ ഇരുത്തിക്കൊണ്ട് ചീത്തവിളി, ഇതല്ലേ രേണു അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മകന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും. അതുകൊണ്ട് ആ മകന് എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ. അത് രേണു പഠിപ്പിച്ചില്ല. രേണു ആ നേരത്തിന് പോയി, സർക്കിട്ടിന് പോയി. ഇംഗ്ലീഷിലാണ് നിന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടത് കേട്ടോ. നീ പോലെ എനിക്കിപ്പോൾ നിന്റെ അടുത്തേക്ക് വരാൻ കഴിയുന്ന സാഹചര്യമല്ലെന്ന് എനിക്കറിയാം. എന്ത് സാഹചര്യമാണ് മകനെ? വളർത്തുമകനോടാണ് ഞാൻ വളർത്തുമകനോടാണ് ചോദിക്കുന്നത്. എന്ത് സാഹചര്യമാണ് മകനെ? രേണുവാണ് പറഞ്ഞ ഇത് എൻ്റെയും ഋതുൽ ദാസിൻ്റെയും വീടാണ്, ഇതിനകത്ത് മറ്റുള്ളവർ അവകാശം പറഞ്ഞ് കയറി വന്നാൽ മുട്ടുകാല് തല്ലി ഓടിക്കും എന്ന് രേണു ആണ് വെല്ലുവിളിച്ചത്. മറന്നു പോയോ? അല്ലെങ്കിൽ ഋതപ്പന്റെ സ്വന്തം ചേട്ടനോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് സാഹചര്യമാണ്? ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്നൊന്നും ആരും പറഞ്ഞില്ല. കാരണം അത് കൊല്ലസുധി ചേട്ടന്റെ മൂത്ത മകന്റെയും അതായത് രാഹുലിന്റെയും ഋതുവിന്റെയും സ്വന്തം വീടാണ്. ഇവിടെ ആരും നിങ്ങളെ രാഹുൽ ദാസിനെ വരക്കിയിട്ടില്ല. പിന്നെ എന്ത് എൻ്റെ പൊന്നു പെണ്ണും പിള്ളേ, അതിനകത്തോട്ട് വരാൻ പറയരുതേ. എന്തിനാണ് ഇനി അത് എവിടെയെങ്കിലും കിടന്ന് ജീവിച്ചോട്ടെ, അതെന്തെങ്കിലും ചെയ്ത് ജീവിച്ചോട്ടു. വീണ്ടും ഇരുന്നും കൊണ്ട് അതിനെ വരരുത്, അതിനെ അടിച്ചോട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വന്നിരുന്നും കൊണ്ട് നിന്നെ ആരെങ്കിലും വല്ല പറഞ്ഞാൽ വരല്ലെന്ന്. ഋതുൽ ദാസിൻ്റെ വീടാണ്, ഋതുൽ ദാസിൻ്റെയും രാഹുൽ ദാസിൻ്റെയും വീടാണ്. ഇത് കൊച്ചു വായിക്കാൻ വേണ്ടി ഇട്ടതാ കേട്ടോ, അല്ലാതെ വേറൊന്നിനും എന്നെ. അതിനെന്ത് കൊച്ചെന്നെങ്കിലും വായിക്കും. അവൻ വളർന്നു വരെയല്ലോ. ആ പോസ്റ്റ് അങ്ങനെ തന്നെ കിടക്കും. അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് അവിടെ കിടക്കും. ഋതപ്പൻ വലുതാവുമ്പോൾ അവനത് വായിക്കും. അതാണ് കിച്ചു പറയുന്നുണ്ട്. ഋതപ്പന് എന്നെങ്കിലും മനസ്സിലാവൂന്ന്. ആ ചേട്ടൻ്റെ അവസ്ഥ അത്രയ്ക്കാണ് കിച്ചു അനുഭവിച്ചത്. ആ അവസ്ഥ എന്നെങ്കിലും മനസ്സിലാകും എന്ന് കിച്ചു പറയുന്നുണ്ട്. സൈബർ ബുള്ളിങ്ങിന് കൊടുത്തതല്ല, ഇപ്പൊ എല്ലാരും ഇട്ട് അലക്കുന്നുണ്ട് അത്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അത് വലിയ വിവാദമാക്കി ആൾക്കാർ. ഞാൻ അവനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു, ഞാൻ രാഹുലിനെ കിച്ചുവിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു. അപ്പൊ ഇത് എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടതല്ല കേട്ടോ, ഇത് കൊച്ചു വായിക്കാൻ വേണ്ടി, കുട്ടി വായിക്കാൻ വേണ്ടി.
കൊച്ചു വായിക്കാൻ വേണ്ടിയിട്ട്. അതാണ് പറഞ്ഞത്, കൊച്ചു എന്തെങ്കിലും വലുതാവുമ്പോൾ വായിക്കും. നീയല്ലേ കിച്ചുവിന് സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തത്? ഇൻ്റർവ്യൂവിൽ വന്നിരുന്നും കൊണ്ട് പറയേണ്ടി വല്ല ആവശ്യമുണ്ടോ? ആങ്കറെ കൊണ്ട് പറയിപ്പിച്ചില്ലേ ഞാൻ പ്രഗ്നൻ്റ് ആണ്, കിച്ചു പ്രഗ്നൻ്റ് ആക്കിയോ എന്ന് ചോദിക്കാൻ രേണു അല്ലേ പറഞ്ഞു കൊടുത്തത്? അല്ലാതെ അവരെങ്ങനെ ചോദിച്ചത്? അവർക്ക് ക്ലാസ് എടുത്തിട്ടല്ലേ അവർ വന്നിരുന്ന് ചോദിച്ചത്. പിന്നെ എന്തെല്ലാമാണ് ചോദിച്ചത്? സുധീര വീട്ടുകാരെ പറ്റി ചോദിച്ചു, മോശമായിട്ടുള്ള രീതിക്ക് അവിടെ പോകൂലെന്നും അങ്ങനെ അതൊക്കെ പോട്ടെ എന്തൊക്കെയോ ചോദിച്ചു. അപ്പം നിൻ്റെ വായ്ക്കൊഴുപ്പ് കൊണ്ട് തന്നെയാണ് നിനക്ക് സൈബർ ബുള്ളിങ് കിട്ടണത്. അത് അവൻ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലുമില്ല കിച്ചു, അവൻ്റെ കാര്യം നോക്കി പോകുന്നു. ഇത് കണ്ടിട്ട് അസൂയ മൂത്ത് രേണു ഇരുന്നും കൊണ്ട് കൊട്ടി പാടി ഇങ്ങനെ ആഘോഷിച്ചിരിക്കുകയാണ്. കിച്ചുവിന് എപ്പം വേണേലും ഇവിടെ റൂമുണ്ട്, വീടുണ്ട്, കിച്ചുവിന്റെ മുഴുവൻ വീടുണ്ട്, കിച്ചുവിന് ഋതുവിന്റെ അവകാശപ്പെട്ട വീടാണ്. ഞാൻ എന്നെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങോട്ട് വരണ്ടെന്നോ എന്റെ കൊച്ചിനോട് മിണ്ടണ്ടെന്നോ ഒന്നും? ഞാൻ നിന്റെ അനിയനാണെങ്കിൽ നിനക്ക് വരാമല്ലോ, നിനക്ക് കാണാറുണ്ടല്ലോ, നിനക്ക് വീഡിയോ കോൾ ചെയ്യാമല്ലോ. ഈ പോസ്റ്റ് ഇട്ടത് എന്നെ സൈബർ ആക്രമണത്തിന് ഇട്ട് കൊടുക്കാനല്ലായിരുന്നു? നിനക്ക് കാണാമല്ലോ, നിനക്ക് വീഡിയോ കോൾ ചെയ്യാമല്ലോ, എപ്പോഴും വേണമെങ്കിലും വരാമല്ലോ. മറന്നു പോയാ പറഞ്ഞത്? ഒന്നും കൂടെയൊക്കെ ഇരുന്ന് ഓർമ്മിച്ച് നോക്ക്. ഓർമ്മയൊക്കെ ഉണ്ട്. ഇതൊക്കെ വെറുതെയാണ് പറയണ. ഇനി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ആ പറഞ്ഞ വാക്കുകൾ അവിടെ തന്നെ കിടക്കുന്നേണു. ആ വീഡിയോയൊക്കെ ഒരുപാട് പേരിൽ ഇങ്ങനെ കിടക്കും, ഒരുപാട് പേരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുകയും ചെയ്തു. ഈ പോസ്റ്റ് ഇട്ടത് എന്നെ സൈബർ ആക്രമണത്തിന് ഇട്ട് കൊടുക്കാനല്ലായിരുന്നു? അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. നീ എന്തിനാ അതെടുത്ത് നോക്കിയത്? അവൻ്റെ പേജിൽ അവൻ പല സാധനങ്ങളും ഇടും, അതെന്തിനെടുത്ത് നോക്കാൻ പോയത്? അവൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും അവൻ പറഞ്ഞു. അവൻ അവിടെ വരാൻ പറ്റൂല. എല്ലാവരും കൂടെ കയറി ഇല്ല കോഴിയെ മുട്ട വെച്ച് അട വെച്ച് വിരിക്കാൻ വെച്ചേക്കും കണക്കല്ലേ എല്ലാം കൂടെ അവിടെ കയറി കിടക്കണത്. അപ്പം അവനൊരു സ്ഥാനം ഉണ്ടാ? അല്ലെങ്കിൽ നീ വിചാരിക്കൂലായിരുന്ന നിങ്ങൾ 3 പേരും കൂടെ അവിടെ സുഖമായിട്ട് ജീവിക്കാമായിരുന്നല്ലോ. അപ്പുറത്തോട്ട് വീട് വാടകയ്ക്ക് കിടക്കുന്നു, ആ വീട്ടിലോട്ട് അവർക്ക് പോവാമല്ലോ. ഇതൊന്നും ചെയ്യാതെ രേണു തന്നെയാണ് രേണുവിൻ്റെ വീട്ടിലുള്ളവരെയും അതിനകത്ത് കിടത്തിയിട്ട് സുധീര വീട്ടുകാരെയും സുധീര മകനെയും പറഞ്ഞുകൊണ്ട് നടന്നത്. കിച്ചു കയറി പിടിച്ചെന്നും കിച്ചു ഞാനിപ്പോൾ വിളിച്ച് പറയൂന്നും എല്ലാം പറഞ്ഞത് ഇത് രേണു തന്നെയാണ്. എന്തൊക്കെയോ സംഭവിച്ചെന്നാണ് രേണു പറഞ്ഞത് കിച്ചുവിൽ നിന്നും. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഋതുവിനോടും പറഞ്ഞിട്ടില്ല, അത് നിന്റെ ചേട്ടനല്ലെന്നും പറഞ്ഞിട്ടില്ല, അത് നിന്റെ അച്ഛൻ്റെ വീട്ടുകാരല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ ബന്ധം അവർ രാവിലെ അതാണ്ട് കൊച്ചിനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അതുപോലെ കിച്ചുവിനും ചെയ്യാറുണ്ടല്ലോ. നല്ല കാര്യം, കിച്ചു വിളിച്ചതാണ്. രേണു സുഖമില്ലാതെ നടന്നപ്പോൾ കിച്ചു വിളിച്ചപ്പം റമ്മ ചേച്ചിയാണ് എടുത്തത്. റമ്മ ചേച്ചി വിളിച്ചിട്ട് നല്ല ചീത്തയാണ് കൊടുത്തത്. ആ കുട്ടി എന്തെല്ലാം പറഞ്ഞു, ഇതൊക്കെ മറന്നുപോയല്ലേ? നിൻ്റെ അടുത്ത് എന്തായാലും പറയാതിരിക്കൂലല്ലോ രേണു. പറഞ്ഞെങ്കിൽ ഒന്നീ തങ്കപ്പൻ ചേട്ടൻ എടുത്തന, അല്ലെങ്കിൽ റമ്മ ചേച്ചി എടുത്തന. ഇവർ രണ്ടിലാരെങ്കിലും എടുത്താൽ നല്ല വാക്കാണ് വിളിക്കണത്. പോസ്റ്റ് ഇട്ട് എനിക്കിട്ട് സൈബർ ബുള്ളിങ് തരാനാന്ന് എനിക്കറിയാം, എനിക്കതൊന്നും വിഷയമല്ല. ഋതപ്പൻ്റെ ഓർമ്മ വന്നിട്ടുണ്ട് കിച്ചുവിന്. അതാണ് അവനെ അതേപോലെ തന്നെ, ഋതപ്പനെ പോലെ തന്നെ അനിയൻ ഋതപ്പൻ്റെ പ്രായത്തിൽ ഉള്ള കുഞ്ഞ് മകനെ കണ്ടപ്പോൾ ഉള്ള കിച്ചു സുധിയുടെ സ്നേഹം കണ്ടു. രേണു അല്ലേ സമ്മതിക്കാതിരിക്കൂ ആ വീട്ടിൽ കയറാൻ? അവനൊരു സ്ഥാനവും ഇല്ലല്ലോ കിച്ചുവിന്. വായി തോന്നണതൊക്കെ വിളിച്ച് പറയുമ്പോഴേ ഒന്ന് ഓർക്കണം കേട്ടോ. രേണു ആദ്യം പറഞ്ഞല്ലോ ഇത് എൻ്റെ വീടാണ്, ഋതുൽദാസിൻ്റെയും വീടാണ്, വേറെ ഒരു മനുഷ്യർ ഇതിനകത്ത് കയറരുതെന്നും പറഞ്ഞ് രേണു കയ്യും ചൂണ്ടി പറഞ്ഞതിന് ശേഷം കിച്ചുവിൻ്റെ വാക്ക് കേൾക്കാം. സ്ഥലമെങ്കിലും എങ്ങനെയൊക്കെ ഒന്ന് വാങ്ങണം ഈ പ്രായത്തിൽ. അതാണെന്ന് ആരും ഇറക്കി വിടാൻ പോകരുത് തന്നെ. ആ ഒരു സംഭവം എനിക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം. ഇറക്കി വിട്ടോ? ഇല്ലില്ല, ഇറക്കി വിടും കണക്ക്. അത് ഇറക്കി വിട്ടാൽ പിന്നെയും വേണ്ടില്ല, അതിലപ്പുറവും വാ കൊണ്ടുള്ള വാക്ക്, ആ നാക്ക് കൊണ്ടുള്ള വാക്കിൽ പല കാര്യങ്ങളുമാണ് രേണുവിൻ്റെ കുടുംബവും പറഞ്ഞുകൊണ്ട് നടന്നത്. പിന്നെ രേണു ഇൻ്റർവ്യൂ കൊടുത്തത് എല്ലാം കണക്ക് തന്നെ. അപ്പം അതിനെന്ത് വിഷമം വന്നിട്ടാണ് അത് ഈ ഒരു വാക്ക് പറഞ്ഞത്? എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നരുത് നിൽക്കുമ്പോൾ. സേഫ് പ്ലേസ് എവിടെയാണ്? കൊല്ലം. കൊല്ലമാണ് വീട് സേഫ് ആയിട്ട് നിൽക്കാൻ. കൊല്ലം എന്ന് പറയുമ്പോൾ കൊല്ലത്ത് എനിക്ക് എവിടെ വേണമെങ്കിലും സേഫ് ആയിട്ട് നിൽക്കാം. കിച്ചുവിന് ആ വീട്ടിൽ ചെന്നാൽ ഒരു സ്ഥാനവും ഇല്ല. കിച്ചുവിൻ്റെ വീടാണ് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് അതിനകത്ത് തട്ടിപ്പേറ് കിടക്കുന്ന എല്ലാവരും കൂടി ആ കുട്ടിയെ മാനസികമായിട്ട് തളർത്തും. ഇതാണ് അവിടെ നടക്കുന്നത്. വേറെ ഒന്നും വേണ്ടല്ലോ, അടിക്കണ്ടല്ലോ, വാക്കുകൊണ്ട് പറഞ്ഞാൽ മതിയല്ലോ. നാക്കിൻ്റെ മൂർച്ചയാണ് കടുപ്പം.
രേണു തന്നെ ഇപ്പം വന്നിരുന്നും കൊണ്ട് ഓരോന്നും പ്രസംഗിക്കുന്നുണ്ടല്ലോ. അതാണ് ഇങ്ങനെയുള്ള നാക്കിൻ്റെ മൂർച്ച. വേറെ ഒന്നും വേണ്ട. ഇപ്പം ആ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവന് എല്ലാവരെയും മുഖത്ത് നോക്കിയാലറിയാം അവരെ ഫേസ് എങ്ങനെയൊക്കെയാണ്, എന്താണ് അവനോട് കാണിക്കണത്, അവനെ കാണുമ്പോഴുള്ള സ്വഭാവ രീതികൾ എങ്ങനെയാണ്, ഓരോരുത്തരെയും മുഖം മാറുന്നതൊക്കെ കാണാം. വിശേഷിച്ച് തങ്കപ്പൻ ചേട്ടൻ, അയ്യോ തങ്കപ്പൻ ചേട്ടൻ നല്ല താരവും. ഇവരെയൊക്കെ മനസ്സിൽ ഇനിയിപ്പോൾ കിച്ചു വീടങ്ങ് സ്വന്തമാക്കോ, കിച്ചു ഇനി ബാക്കിയുള്ളവരെ ഭരിക്കൂ എന്നൊക്കെയാണ് അവരെയൊക്കെ മനസ്സിൽ. കിച്ചു ഒരിക്കലും നിങ്ങൾ ആരെയും ഒന്നും പറയില്ല. അവൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് വീട് വേണം, ഞാൻ സ്വന്തമായിട്ട് വീട് വയ്ക്കും, ഒരിടം വാങ്ങിച്ച് വീട് വയ്ക്കും, അതിൽ നിങ്ങൾ ആരും ഒരു അവകാശവും പറഞ്ഞ് ചെല്ലൂലല്ലോ. അതാണ് ആ കുട്ടിക്ക് ആവശ്യം, അതാണ് അവൻ്റെ മനസ്സിൽ. അതാകുമ്പോൾ അവൻ്റെ അച്ഛൻ്റെ കുടുംബക്കാർക്ക് വരാം, ആർക്ക് വേണോ ചെല്ലാം. നിങ്ങളും ചെന്ന് നോക്കിയാണ് അവൻ ഒന്നും പറയൂല. ഒരു വാക്ക് പോലും ഈ കിച്ചു ആരെടുത്തെങ്കിലും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ? കിച്ചുവിൻ്റെ സങ്കടങ്ങൾ പറഞ്ഞപ്പോഴാണ് നിങ്ങളെയൊക്കെ സ്വഭാവം ജനങ്ങൾക്ക് മനസ്സിലായത്. ഇതിനുശേഷം ഇൻ്റർവ്യൂ എടുത്തെന്നുള്ളതാണ്. ഒരു ഇൻ്റർവ്യൂ കൊടുത്തു, രണ്ടാമത് കൊടുത്തു, ഓരോ ചാനൽ തോറും നടന്നങ്ങ് മീഡിയയ്ക്കങ്ങ് അവരെ വിളിച്ചു വരുത്തി ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. എന്തിനാണ്? കിച്ചുവിനെ പറ്റി, കിച്ചുവിന് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി രേണു എന്തൊക്കെ കളി കളിക്കാൻ പറ്റുമോ അതെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ അടുത്തത്. എനിക്ക് ആഗ്രഹമുണ്ട്, കാരണം ജാസി എൻ്റെ ഫ്രണ്ടാണ്. നല്ലൊരു ഗെയിമറായിട്ട് ജാസി അവിടെ നിൽക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ജാസി ഉണ്ടോ ഇല്ലോ എന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല, എനിക്ക് അറിയത്തുമില്ല. ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിൽക്കും. പിന്നെ എനിക്ക് പ്രഡിക്ഷൻ ലിസ്റ്റ് എനിക്ക് അങ്ങനെ അറിയില്ല. ജാസിയുടെ കാര്യം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. ബിഗ് ബോസിൽ പോണ കാര്യമാണ്. ജാസി നല്ലതാണ്. ജാസി അപ്പം കിച്ചു പോകും എന്നുള്ളൊരു സൂചന രേണുവിന് കിട്ടി. അതുകൊണ്ടാണ് ജാസി പോണത് നല്ലതാണ്. ഇനിയിപ്പം അവർ ചോദിക്കുന്ന കേട്ടോളണം. പിന്നെ രാഹുൽ ദാസ്, നിങ്ങൾക്കറിയാലോ, എൻ്റെ വളർത്തുമകൻ. രാഹുൽ ദാസ് നിങ്ങൾക്കറിയാലോ, എൻ്റെ വളർത്തുമകൻ, ഓടെ കിടന്ന് കിട്ടിയ മകൻ, സുധീര മൂത്തമകൻ. അയാളുണ്ട് കൊല്ലം സുധീര മൂത്ത മോൻ. രാഹുൽ ദാസ് വളർത്തുമകൻ, കൊല്ലം സുധീര മൂത്ത മകൻ. ആ കൊല്ലം സുധീര മൂത്ത മോൻ കാരണമാണ് ഇന്ന് നീ ഈ ലെവലിലിരിക്കണത് രേണു. ഇന്ന് ലോക ജനങ്ങൾ അറിയപ്പെടുന്നത് കൊല്ലം സുധീര മൂത്ത മകൻ വിചാരിച്ചത് കൊണ്ടാണ്. സുധി മകനോട് ചോദിച്ചു, ഞാൻ രേണുവിനെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ മകൻ സന്തോഷമായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ഈ നിലയിലിരിക്കണത്. ഇന്ന് അതുകൊണ്ടാണ് രേണു കിച്ചുവിനെ അടിച്ചിറക്കിയത്. രേണുവിൻ്റെ വീട്ടുകാരും കൂടെ അടിച്ചിറക്കിയത്. അവൻ ഇത്രയും നല്ലൊരു ഉപകാരം ചെയ്തത് കൊണ്ടല്ലേ അതങ്ങനെ ചെയ്തത്. അപ്പം അവൻ ആരുമില്ല, ഒരു അനാഥ കുട്ടിയെ പോലെ ആയി. അതിനെന്ത് വിഷമം കാണും. എൻ്റെ വിഷമം അത്രയും അവൻ ഉള്ളിലൊതുക്കിയാണ് നടക്കുന്നത്. അയാളുണ്ടെങ്കിലും നല്ലതായിരിക്കും. നിങ്ങൾ കിച്ചു എന്ന് വിളിച്ചോളൂ. അയാളുണ്ടെങ്കിലും നല്ലതായിരിക്കും. അയാള് അപ്പം എത്ര വിവരം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ആ മകനെ വിളിക്കണം അയാള്. എവള് കൊച്ചുകുട്ടിയല്ലേ, അതൊക്കെ മേലെ ഉള്ള നല്ല പ്രായമുണ്ട്, അതാണ് അയാള്. വെളിയിലുള്ള ഒരാളിനെ വിളിക്കൂലേ, ആ ആൾ കേൾക്കാതെയൊക്കെ ഇരുന്ന് വിളിച്ചെന്നിരിക്കും അയാള് അങ്ങേരെന്നൊക്കെ. അപ്പം അതുപോലെയാണ് പറയണത്. അത് മീഡിയയുടെ മുന്നിലാണ് പറയണത്. രേണു ഈ പറയണതൊക്കെ കിച്ചു കേൾക്കാനല്ലേ രേണു ഈ പറയണത്? രേണു ഈ ഇൻ്റർവ്യൂ കൊടുക്കണതൊന്നും കിച്ചു കേൾക്കാനല്ലേ? കിച്ചു ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ മാത്രം രേണുവിന് തട്ടിപ്പോയല്ലേ, രേണുവിന് നൊന്തുപോയല്ലേ? അതിനെന്ത് ഋതപ്പം വളർന്ന് വരട്ട്. രേണുവിനെ വെള്ളം കുടിപ്പിച്ചില്ലെങ്കിൽ നോക്കിക്കോ. രേണു അക്ഷരം പഠിപ്പിക്കാത്തതുകൊണ്ടല്ലേ ആ കുട്ടിക്ക് വായിക്കാനും എഴുതാനും പോലും അറിഞ്ഞുകൂടാന്ന് ഇപ്പം ഇരുന്ന് മീഡിയയുടെ മുന്നിൽ പറയേണ്ട ഗതികേട് വന്നില്ലേ രേണുവിന്? രേണു ആ നേരത്ത് രേണു എവിടെ പോയിരുന്നു? ബാറിൽ മദ്യപിച്ച് ആടി നടന്നു രേണു. മീഡിയ വന്നിട്ട് കിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് പറയണത്, നിങ്ങൾ കിച്ചു എന്ന് വിളിച്ചോളി. അവള് വിളിക്കണ അങ്ങേര് രാഹുൽ ദാസ്. അയാള് കിച്ചു ഉണ്ടെന്നാണോ? കിച്ചു ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ഒരു
നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാമല്ലോ. ഓക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കിച്ചു ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് 1-2 പ്രഡിക്ഷൻ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പ്രഡിഷൻ ലിസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ട്, പ്രഡിഷൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ പറയുന്ന വാക്കും കേട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ അവൻ പോട്ട്, രേണുവിന് മാത്രമേ പോവാവുക. രേണു പോയി കിടന്ന് അതിനകത്ത് എന്തെല്ലാം കാണിച്ചു കൂട്ടി. അപ്പോൾ രേണുവിന് മാത്രമേ പോവാവുക. അവൻ നന്നാവട്ടെ, കിച്ചു നന്നാവട്ടെ. എല്ലാവർക്കും, ലോകത്തുള്ള ജനങ്ങൾക്ക് മൊത്തം ആഗ്രഹമുണ്ട് കിച്ചു നല്ല നിലയിലെത്തണം എന്ന്. ജനങ്ങൾക്ക് മൊത്തം ആഗ്രഹമുണ്ട് അവൻ നല്ല നിലയിൽ എത്തട്ടെ. പക്ഷെ രേണു പ്രാവി തൊലയ്ക്കണം. രേണു പറയണ ജാസി പോയാൽ നല്ലതാണ്, കിച്ചുവിൻ്റെ കാര്യം പറയണ അങ്ങേര് അയാള് എന്നൊക്കെ ഉള്ള രീതിക്ക് പറയുന്നുണ്ട്. ആ ജാസി പറയണമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചേച്ചി ഇപ്പോഴും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ എനിക്ക് അതുകൊണ്ട് നിന്നെ പോലെയുള്ള ഇതുപോലെയുള്ള കുറേ എണ്ണങ്ങളുണ്ട്. സന്ധ്യാകുമ്പം വന്നിരുന്നും കൊണ്ട്, ലൈവിൽ വന്നിരുന്നും കൊണ്ട് ഓരോരുത്തന്മാരും ഓരോരുത്തരും എന്തൊക്കെയാണ് വിളിച്ച് പറയണ. അവർക്കൊക്കെ റീച്ചിന് വേണ്ടിയിട്ട് തോന്നുന്നു ഇപ്പൊ ഈ ഇന്റർവ്യൂ ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യം ചേച്ചിക്ക് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചേച്ചിക്കും ജീവിക്കണം. ഇന്റർവ്യൂ കൊടുക്കണ്ടായിരുന്നു എന്നാണ് ജാസിയുടെ അഭിപ്രായം. ഇന്റർവ്യൂ കൊടുക്കണ്ടായിരുന്നു. അപ്പം രേണുവിന് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, എനിക്ക് ഞാൻ ഇന്റർവ്യൂ തരികയാണ്, നിങ്ങൾ അവിടെ വരണം, കിച്ചുവിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് നുണ പറയണം, ആവശ്യമില്ലാത്ത വാക്കുകൾ പറയണം എന്നും പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചിട്ടാണ് രേണു ഇൻ്റർവ്യൂ കൊടുക്കണം. എത്ര മീഡിയയ്ക്കാണെന്നറിയോ വിളിച്ചിരുത്തി കിച്ചുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയണത്. ഇത് ഒരുപാട് നെഗറ്റീവ് കമൻ്റാണ് രേണുവിന് വന്നുകൊണ്ടിരിക്കുന്നത്. രേണു ആവശ്യമില്ലാത്ത വാക്കുകളാണ് പറയണത്. രേണു വീണ്ടും നെഗറ്റീവിലോട്ട് പോവുക. എന്തിനാണ് നിനക്ക് നെഗറ്റീവ്? നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്, നല്ല കാര്യങ്ങൾ പറയാൻ നോക്ക്, അതല്ലേ വേണ്ടിയത്. എന്തിനാണ് ആ ഒരു മകനെ ഇനി സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കണത്? അത് വെറും പാവല്, ഒന്നിനും വരുന്നില്ല. അതിൻ്റെ കമൻറ്റ് വേണം കാണാൻ. ഈ സ്ത്രീക്ക് എന്തൊരു ഫ്രസ്ട്രേഷനാണ്. ആദ്യം നിങ്ങളുടെ അസുഖം, ആദ്യം നീ അവിടെ മര്യാദയ്ക്ക് കിടക്കാൻ. സത്യം പറയാലോ രേണു, വെറുപ്പ് തോന്നുന്നു. നിനക്ക് ഇത്ര അഹങ്കാരം എന്താ? നീ ഒന്ന് വാ അടയ്ക്കാമോ? ദൈവത്തെ ഓർത്തൊന്ന് നിർത്താം. മൊത്തം നെഗറ്റീവ് കമൻറ്റ്. അപ്പം രേണുവാണ് ഈ നെഗറ്റീവ് കമൻറ്റ് ഫുള്ളും വായിക്കണം. അസൂയ എന്ന് വേണം പറയാൻ. ഇത് കിച്ചു നന്നാവണത് രേണുവിന് അസൂയ. ഇനിയിപ്പോൾ കിച്ചു വീടും കൂടെ വെക്കുകയൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഇതാവും, രേണു കൊണ്ട് ഇളവും.